പുളിവന്തലയിലാണ്. പുളിവന്തലയത്തെ ഇത് കണ്ടോ, ഒരു ജനസമുദ്രം തന്നെയാണ് ഹരിയുടെ നേതൃത്വത്തിൽ വന്ന് നിൽക്കുന്നത്. ഇദ്ദേഹം റിപ്പോർട്ടറാണ്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് ഹരിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പുളിവന്തല വരുമ്പോൾ നമ്മുടെ സൈക്കിൾ കംപ്ലൈൻ്റ് ആണെങ്കിലും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ ഇത്ര ആൾ കൂടുന്ന ആദ്യമായിട്ടാണ് നമ്മളെ കാണുവാൻ. പലരും വഴി വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പേര് കാണുന്നത്, ഒരുമിച്ച് വന്ന് നമ്മളെ സന്തോഷം പങ്കുവയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, വളരെ സന്തോഷം. ഹലോ, നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പുളിവന്തലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗണ്ടിക്കോട്ടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്, ഈ കാണുന്ന റൂമിലാണ്. മിനിഞ്ഞാന്ന് വൈകിട്ട് ഇവിടെ വന്നതാണ്. ഇന്നലെയും ഇന്ന് രാവിലെയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഏകദേശം 68 കിലോമീറ്ററാണ് ഗണ്ടിക്കോട്ടയിലോട്ടുള്ളത്. അപ്പോഴത്തെ ഇതൊരു ഹൗസിംഗ് ഏരിയയാണ്. വീടുകളൊക്കെ പണി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പ്ലോട്ട് തിരിച്ച് സ്ഥലങ്ങൾ കൊടുക്കുന്നതാണ്. ഇവിടെ എൻ്റെ മുമ്പിൽ അങ്ങകലെ മൊത്തം കൃഷിസ്ഥലങ്ങളാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ മസ്ജിദ് കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ സത്യസായി ബാബയുടെ ഏറ്റവും വലിയ സ്റ്റാച്യു ഉള്ള സ്ഥലവും ഇത് തന്നെയാണ്. ഏകദേശം 60 അടി ഉയരത്തിലുള്ള സത്യസായി ബാബയുടെ ആ മഠത്തിൻ്റെ മുകളിലുള്ള സ്റ്റാച്യു ഇവിടുന്ന് കാണാൻ പറ്റും. ഇതുണ്ടോ, ആ കാണുന്നതാണ് സത്യസായി ബാബയുടെ മഠം. അപ്പം നമ്മൾ ആ സ്റ്റാച്യു കാണാൻ വേണ്ടിയാണ് പുളിവന്തലയിലെ ആദ്യത്തെ യാത്ര. അത്ര സൂം ചെയ്തുകൊണ്ടാണ് കേട്ടോ വിറയ്ക്കുന്നത്. അപ്പോൾ ആ ബാബയുടെ ആശ്രമത്തിലേക്കൊന്ന് പോയിട്ട് ആ സ്റ്റാച്യു ഒക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. പുളിവന്തല ഹരി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ ഹരിയാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. വഴിയിൽ വെച്ച് കണ്ടതാണ്. അപ്പോൾ ഹരി ഇവിടെ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന റൂമാണിത്. കാരണം ഹരിയുടെ വീട് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ പുളിവന്തലയുമായിട്ട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് ഹരി. ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് ഹരി ഇവിടെ റൂം എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഇക്കായുടെ വീടിൻ്റെ ബാക്ക് സൈഡിലെ റൂമാണ്. അപ്പോൾ ഇവിടെയാണ് 2 ദിവസമായിട്ട് ഞാൻ തങ്ങിയത്. മിനിഞ്ഞാന്ന് വന്നതാണ്. ഇന്ന് ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹരിനെ കാണാൻ പറ്റും. ഹരി നമ്മുടെ വലിയൊരു വരവേൽപ്പാണ് പുളിവന്തലയിൽ നമുക്ക് നൽകിയത്. പത്രപ്രവർത്തകരും പോലീസുകാരും നാട്ടുകാരും പിന്നെ പൊതുപ്രവർത്തകരും ഒരുപാട് പേരുണ്ടായിരുന്നു. അതൊരു വലിയ സംഭവം തന്നെയാണ്. നമുക്ക് ഇത്രയും കുഞ്ഞിക്കും എനിക്കും ഇത്രയും കാര്യമായിട്ട് ആന്ധ്രയിലെ ആളുകൾ സ്നേഹിക്കുന്നത്. അപ്പം ഇവിടെ കണ്ട മലയാളികളൊക്കെ പറഞ്ഞ് ആന്ധ്രാക്കാർക്കും നമ്മൾ മലയാളികളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ശബരിമലയ്ക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സഹായങ്ങളും
പിന്നെ അതുപോലെ തന്നെ മലയാളികളോട് ഉള്ള ഒരു പ്രത്യേക ബഹുമാനമാണ് അവർക്ക്. കാരണം വിദ്യാഭ്യാസം കൂടുതലുണ്ട് എന്നുള്ള ഒരു പ്രത്യേക കാരണം അവരെപ്പോഴും എടുത്തു പറയും. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു നാട് ലോകത്തില്ലെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ നമ്മുടെ എല്ലാത്തിൻ്റെയും കാരണം. വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവർ നാട്ടിൽ നിൽക്കാനുള്ള അവസ്ഥയെ കൂടി ഒട്ടാക്കണ്ടേ. അതില്ലാത്ത കൊണ്ടാണല്ലോ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നത്. പിന്നെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളാണ് കൂടുതലും നമ്മുടെ നാട്ടിലിപ്പോൾ താമസിക്കുന്നത്. ഒരു ഗവൺമെൻറ് ജോലി കിട്ടി അങ്ങനെ മാറുന്ന ആളുകൾ, അതല്ലാതെ മറ്റ് തൊഴിലുകൾ ചെയ്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം തന്നെയാണേലും ക്ലാസ്സുകൾ നടന്നാലേ ഉള്ളൂ വിദ്യാഭ്യാസം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആളുകൾ പ്രൈവറ്റ് സ്കൂളുകളിലേക്കും എല്ലാം മാറുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, തമിഴ്നാട് ലോബി ഒരുപാട് കേരളത്തിൽ കൈകടത്തുന്നുണ്ട്. അത് എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടതാണ്. ഇവിടുന്നാണേലും നമുക്ക് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വന്നാലേ ഉള്ളൂ നമുക്ക് ഉള്ളൂ. ഇവിടെ കൂടുതലും പച്ചമുളകിൻ്റെയും വാഴത്തോട്ടങ്ങളുമാണ് കൂടുതലും. എൻ്റെ മുമ്പിലൊക്കെ കാണുന്നത് പച്ചമുളകിൻ്റെ തോട്ടങ്ങളാണ് താഴെ. അപ്പോൾ കൃഷിയിലേക്ക് ആളുകൾ തിരിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുണ്ടാകാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സമരവുമായി നടന്ന് ഞാൻ ഈ വന്ന സംസ്ഥാനങ്ങളിലൊന്നും ഒരു സമരം പോലും കണ്ടില്ല. എന്തിനു വേണ്ടിയാണ് ഈ സമരങ്ങളെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വല്ലോ രാജ്യത്തും വല്ലോനും തല്ലിച്ചാകുന്നതിന് ഇവിടെ കിടന്ന് സമരം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണ്ടേ അന്യൻ്റെ കാര്യം നോക്കാൻ പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കാനാണല്ലോ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുതന്നെ കാര്യം. അത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. ഞാൻ ഈ വന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഒരു സമരം പോലും കണ്ടില്ല. അവിടെ ഭാരത് ബന്ദ് എന്നും പറഞ്ഞുകൊണ്ട് കൊടിയും കുത്തിപ്പിടിച്ച് നടന്നിട്ട് ഇവിടെ ഒരു ഈച്ച പോലും ഒരു കൊടിയെടുക്കാമെന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട് നന്നാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് രാഷ്ട്രീയക്കാർ ഈ ഗുണ്ടായുസമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മോശം പരിപാടിയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. സ്നേഹത്തോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയം നടത്തുന്നത്. അല്ലാതെ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളുടെ വെറുപ്പ് മാത്രം നേടിയെടുത്തിട്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. ഇവിടെ ഈ നാട്ടിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത് അതുതന്നെയാണ്. ജനങ്ങളോടൊപ്പം, കൃഷിക്കാരോടൊപ്പം, വ്യവസായികൾക്കൊപ്പം, കട നടത്തുന്നവർക്കൊപ്പം ഇവിടെയൊന്നും ഞാൻ ഒരൊറ്റ അന്യസംസ്ഥാനക്കാരുടെ ഒരൊറ്റ ഇത് കണ്ടില്ല. ഒരൊറ്റ കടകളും കണ്ടില്ല. നമ്മുടെ നാട്ടിലോ വഴിക്ക് മുട്ടിന് പിന്നെ വൃത്തികേടാക്കുന്ന രീതിയിലുള്ള കടകൾ വെച്ചിട്ട് കരിയോയിലൊഴിച്ച് ഫുഡുണ്ടാക്കി തരുന്ന പരിപാടി ഇവിടെയൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ മാന്യമായിട്ട് വൃത്തിയായിട്ട് കടകളിട്ട് നിൽക്കുന്ന ആളുകളെയാണ് കണ്ടത്. വഴിയോര കച്ചവടക്കാർ ഏറ്റവും കുറവുള്ളൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. മുട്ടിന് കടകളുണ്ട്. പക്ഷേ തമിഴ്നാട്ടുകാരുടെ തന്നെയാണ്. മറ്റ് സംസ്ഥാനക്കാർ അവിടെ ഇല്ല. ഇവിടെ ആകെപ്പാടെ കുൾഫി വിൽക്കുന്ന ആൾക്കാർ അത് രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഉള്ള ആളുകൾ നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് ഗണ്ടിക്കോട്ടയിലേക്ക്. അപ്പോൾ ശരി, പുതിയ കാഴ്ചകളിലേക്ക് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ സത്യസായി ബാബയുടെ പുളിവന്തിലുള്ള ആശ്രമത്തിലാണ്, ശ്രീ സായി ആശ്രമം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണിത്. ഏകദേശം 60 അടി ഉയരത്തിലാണ് ഈ സ്റ്റാച്യു നിൽക്കുന്നത്. ഈ മഠത്തിൻ്റെ സെൻട്രൽ തന്നെയാണ് ഈ സ്റ്റാച്യു നിൽക്കുന്നത്. ധാരാളം നന്മപ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സത്യസായി ബാബ. അപ്പോൾ സത്യസായി ബാബയുടെ ഇവിടുത്തെ പുളിവന്തലയിലെ ഏറ്റവും വലിയ സ്റ്റാച്യുവിൻ്റെ ആ പ്രതിമയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ആശ്രമം. ചെറിയൊരു ആശ്രമമാണ്. ഒരു 3 ഏക്കർ സ്ഥലത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ആശ്രമമാണ്. യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗണ്ടിക്കോട്ടയിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധിയുടെ റൗണ്ടാണ് ഈ കാണുന്നത്. മഹാത്മാഗാന്ധി പ്രതിമ വെച്ചിരിക്കുന്ന റൗണ്ട്. ഈ റൗണ്ടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്.
ഇപ്പോൾ ചെറിയ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട് സൈക്കിളിന്. പേരയ്ക്ക കച്ചവടം. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രധാന റൗണ്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലോട്ട് കയറി NH716Gയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിലെ ഒരു ബസ് ടെർമിനലാണ് ഈ കാണുന്നത്. തിരുവനന്തപുരത്ത് പോലും ഇതുപോലത്തെ ഒരു ബസ് ടെർമിനൽ ഉണ്ടാവുമോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് നോക്കി. ഇതല്ല കേട്ടോ ബസ് ടെർമിനൽ, ഇത് ബസ് ടെർമിനലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. YSR രാജശേഖർ റെഡ്ഡിയുടെ പേരിലുള്ള ഒരു ബസ് ടെർമിനലാണ്. ഇതിൻ്റെ ബാക്കിലാണ് ബസ് സ്റ്റാൻഡ്. ഇത് ഒരു ഷോപ്പിംഗ് മാൾ മാത്രമാണ്. റെസ്റ്റ് റൂമും ഓഫീസും കാര്യങ്ങളും എല്ലാം ചേർന്ന ഒരു കോംപ്ലക്സാണിത്. വളരെ മനോഹരം, വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ അവിടെയാണ് ഇപ്പോൾ ഒരു 56 നോട്ടീസും 1500 ബാനറും 50,000 പോസ്റ്ററും കാണുമായിരുന്നതിന്. നോക്കിക്കേ എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ജനത്തിൻ്റെ പൈസ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇവിടുത്തെ ആൾക്കാർക്കറിയാം. നമ്മുടെ നാട് പോലെ നിറച്ച് പോസ്റ്റർ ഒട്ടിച്ച് സിനിമാ പോസ്റ്ററും പാർട്ടിയുടെയും മതത്തിൻ്റെ എല്ലാ പോസ്റ്റർ ഒട്ടിച്ചും വൃത്തികേടാക്കുന്ന പരിപാടിയില്ല. നോക്കിക്കേ എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം മുന്നിലാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാണ്. ഈ വൃത്തികേടുണ്ടാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വസ്തുക്കളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല. ഒരു ചെറിയ സിറ്റിയാണിത് കേട്ടോ. നമ്മുടെ ഒരു ചെറിയ കോട്ടയം ടൗൺ പോലത്തെ ഒരു ചെറിയ ടൗണ്. സിറ്റി സെൻറ്റർ ഇത് ജില്ലയുടെ ആസ്ഥാനമൊന്നുമല്ല. അപ്പം ശരി, നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പത്തെ നമ്മൾ ഗണ്ടിക്കോട്ടയ്ക്ക് പോകുന്ന വഴിക്ക് കുറേ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇവരെല്ലാം നമ്മുടെ ഫോളോവേഴ്സാണ് കേട്ടോ. നമ്മുടെ ഫോളോവേഴ്സാണ്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് മുഴുവൻ ഇവിടുത്തെ വലിയ ടീംസാണ് കേട്ടോ. അത് ഓക്കെ ബൈ. कैसा है? क्यों शर्म है? Do subscribe that channel. Do subscribe. ले लिया. അപ്പോൾ അത് ഇവരെല്ലാം കൂടി നമ്മളെ പറഞ്ഞു നിർത്തി ചായയൊക്കെ വാങ്ങിച്ചു തന്ന്. അപ്പോൾ നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. ഓക്കെ ബോയ്, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഒരു ടീം വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ പതിയെ യാത്ര ചെയ്യുകയാണ്. ഓക്കെ ബ്രോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. നമ്മുടെ നാട്ടിലെ കോട്ടയം ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ അതെല്ലാം പൂട്ടിപ്പോയി. അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് കൊണ്ടുവന്ന കോട്ടനാണിത്. ഇതെല്ലാം ചാനൽ പോലെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ചാക്കിലാക്കി നമ്മൾ കൊല്ലത്തുനിന്ന് കണ്ട് ചാച്ചായൊക്കെ മണ്ട നിന്ന് കോട്ടൺ വാരി അടുക്കുകയാണ്. ഇത് ഇവിടുന്ന് ലോഡ് ചെയ്ത് കമ്പനികളിലോട്ട് പോവുകയാണ്, ഫാക്ടറിയിലോട്ട്. കോട്ടൺ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. കോട്ടൻ്റെ ഒരു വലിയ ഏരിയ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഏരിയ വിവിധങ്ങളായ കൃഷികൾ, വാഴക്കൃഷിയുണ്ട്, കോട്ടൺ കൃഷിയുണ്ട്, ബനാന, കോട്ടൺ, മിർച്ചി, പിന്നെ തേണ്ട് വരുന്ന ആടുകൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷികളാണ്. ആട് വരുന്നുണ്ടോ? ഒരുപാട് ആട് കർഷകരെ ഞാൻ കണ്ടു. ഇന്ന് രാവിലെ സത്യസായി ബാബയുടെ സ്റ്റാച്യു കാണാൻ പോയപ്പോഴും അത് കാണുകയുണ്ടായി. ഇതുണ്ടോ, കോട്ടൺ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ആ കൊട്ടയ്ക്കകത്ത് ഇട്ടിട്ട് ഇവിടുത്തെ പ്രധാന കാരണവന്മാരാണ് കേട്ടോ. ഇതെന്താ ചാച്ചാമാര് എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്ന അവർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കോട്ടൺ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുഷ്കില
വർഷ മുഷ്കിൽ ഹേ കണ്ടോ ഹോട്ടൽ നിൽക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് ഓരോ ഫാക്ടറികളിലോട്ട് പോകുന്നതാണ്. ജോപ്പൻ്റെ യാത്ര. ജോപ്പൻ്റെ യാത്ര. ആ അപ്പോൾ ഒരു കൃഷിഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം മുഴുവൻ അവർ ഒരു വണ്ടിയിൽ ലോഡ് ചെയ്തു. ഇനി ഇത് ഓരോ സ്ഥലങ്ങളിലോട്ട് പോവുകയാണ്. അതായത് ഫാക്ടറികളിലോട്ട് പോവുകയാണ്. ഇവർ ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ സൈക്കിൾ നിർത്തിയിരിക്കുന്നത്. മലയുടെ മുകളിൽ നിറച്ച് കാറ്റാടിപ്പാടങ്ങളാണ്. കാറ്റാടിപ്പാടം നല്ല കാറ്റുണ്ട്. ഇതുണ്ടോ അപ്പോൾ ഞങ്ങൾ പതിയെ ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് വെച്ച്. കാരണം ഇപ്പോൾ 10-22 കിലോമീറ്ററായി ഞാൻ ചവിട്ടുന്നു. അങ്ങ് അകലെ നിന്നാണ് നമ്മൾ വന്നത്. കൃഷിഭൂമിയെല്ലാം ഒരുക്കിയിട്ടിരിക്കുകയാണ്. അതൊക്കെ നെല്ലാണ് കേട്ടോ. അങ്ങ് അകലെ കാണുന്നത് നെൽപ്പാടമാണ്. ചെറിയ രീതിയിൽ നെൽകൃഷി നടക്കുന്നു. ഇങ്ങനെ ഈ വഴിയെ നമുക്കൊരു 50 കിലോമീറ്ററോടെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച് ചായ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. നല്ലൊരു ആര്യവേപ്പിൻ്റെ വീട്ടിലാണ്. ഇവിടെ മുഴുവൻ ആര്യവേപ്പുകളാണ്. കാരണം ഈ ആര്യവേപ്പിൻ്റെ കാവിറക്കി വേപ്പ് പിണ്ണാക്ക് ഉണ്ടാക്കാൻ വേണ്ടി അമ്മച്ചിമാർ വന്നിരുന്ന് ഇങ്ങനെ പിറക്കിയെടുക്കും. അങ്ങനെ ഇത് മുഴുവൻ പിറക്കിയെടുക്കും. ഈ ചെറിയ കായാണ് ഇത് അരച്ചിട്ട് എണ്ണയെടുക്കുന്നത്. എണ്ണയെടുത്തതിന് അതിന് ശേഷമുള്ളതാണ് പിണ്ണാക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മുഴുവൻ ആര്യവേപ്പിൻ്റെ കായാണ് കിടക്കുന്നത്. ഇത് മുഴുവൻ അമ്മച്ചിമാർ വന്നിരുന്നിട്ട് തച്ചിനിരുന്ന് പിറക്കും. അപ്പോൾ ശരി, നമുക്ക് ചായ കുടിച്ചിട്ട് പതിയെ യാത്ര തുടരാം. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഘാട്ടാണ്. ഘാട്ട് കയറി പോകണം. മഴ ചാറാൻ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ മൊത്തം ഒന്ന് മൂടിക്കെട്ടാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് തള്ളിത്തള്ളിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയെല്ലാം മൊസാമ്പിത്തോട്ടമാണ് കേട്ടോ. കിലോമീറ്റർ മൊസാമ്പിത്തോട്ടമാണ്. അതിനിടയിൽ തക്കാളി കൃഷിയുണ്ട്. ഇത് മുഴുവൻ മൊസാമ്പിയാണ്. അങ്ങോട്ടെല്ലാം മൊസാമ്പിത്തോട്ടങ്ങളാണ്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. മഴയുള്ളതുകൊണ്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് പൊതിഞ്ഞ് കെട്ടാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് യാത്ര തുടരാം. കുറേ ദൂരം ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങ് വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയ താപവൈദ്യുത നിലയമാണ്. അങ്ങ് അകലെ വലിയൊരു താപവൈദ്യുത നിലയം കാണാം. 3 ടവറുകളുള്ള ഒരു താപവൈദ്യുത നിലയമാണ്. കൂടംകുളം പദ്ധതിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇവിടെ മറ്റൊരു താപവൈദ്യുത നിലയമാണ്. ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഈ പ്രദേശത്ത് മുഴുവൻ കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ അങ്ങ് അകലെ കാണുന്ന ഒറ്റ നിര മലനിരയാണ്. അവിടെയൊക്കെ കാറ്റാടിപ്പാടമൊക്കെ കാണാം. ഇവിടെ ആടുകളുടെ ഒരു ഷെഡാണിത്. ഇപ്പം ഞാൻ വന്ന വഴിയിൽ കണ്ടു ആടുകളെയായിട്ട് ആട്ടിടയന്മാർ പോകുന്നത്. ഇവിടെയെല്ലാം കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മലയെല്ലാം ചുറ്റിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ആ മലയുടെ അങ്ങേ ചെരുവിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത്. അവിടെ വന്നപ്പോഴാണ് ഒരു ചെറിയ മഴയ്ക്ക് സാധ്യത വന്നത്. കുഞ്ഞ് ക്യാമറ എടുത്തപ്പോൾ എൻ്റെ നേരെ തിരിയാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അല്ലേടി, നല്ല കാറ്റൊക്കെ അടിച്ച് തണുത്ത കാറ്റൊക്കെ അടിച്ച് കിടക്കുകയാണ്. കാരണം മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനു മുമ്പ് എവിടെയെങ്കിലും കയറണം. അതൊക്കെ ഇവിടുത്തെ ക്വാറികളാണ്. മെറ്റൽ ക്വാറികളാണ്. ക്രഷ് മെറ്റൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ട്രാക്ടറുകളൊക്കെ പാടത്തുനിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഗണ്ടിക്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ ഘാട്ട്, അതായത് ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോറിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് കയറി വരുന്നത് കാണാം. അപ്പോൾ അത് അവിടെ കാറ്റാടിപ്പാടങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സൈഡ് മുഴുവൻ കാറ്റാടിപ്പാടങ്ങൾ. ആ സൈഡിൽ നമ്മുടെ കൽക്കരി കൽക്കരി കൊണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ താഴെ മുഴുവൻ ഗ്രാമങ്ങൾ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗണ്ടിക്കോട്ടയിൽ എത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇനി 37 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്.